നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം 2023 പകുതി മുതൽ തന്നെ മാന്ദ്യമുള്ളൊരവസ്ഥയുണ്ടായിരുന്നു. ചിലർക്കെല്ലാം തന്നെ നിർത്തിവെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൈമാറി സ്വല്പം നഷ്ടങ്ങളും സംഭവിക്കാം. പക്ഷെ ഇനിയും നഷ്ടപ്പെടാതിരിക്കാൻ കൈമാറിക്കൊണ്ടോ വിൽപ്പന ചെയ്തുകൊണ്ടോ ഉദ്യോഗത്തിൽ പ്രവേശിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടിയാണ്, മനസ്സിന് ഏറ്റവും ആകാംക്ഷയോടുകൂടിയും വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തുടങ്ങി വെച്ചതായുള്ള പല കർമ്മമുണ്ടെന്ന് ആയിരിക്കാം. പക്ഷേ കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താലും ജീവിതത്തിൻ്റെ നിലനിൽപ്പ് എന്ന സങ്കല്പത്തോടുകൂടിയും ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വേറെ ചിലർക്ക് ജോലിയിൽ തുടരുന്ന പലർക്കും ഇനി ഈ ഒരു ജോലിയിൽ നേട്ടം കുറയും, അവസരങ്ങൾ കുറയും, അധ്വാനിച്ചാലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജോലി ഉപേക്ഷിക്കാതെ തന്നെ ദീർഘകാല പാഠ്യപദ്ധതികളിലേക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ അരമണിക്കൂറും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും പഠിച്ചുമുണ്ടും ഒരുപക്ഷെ 2 വർഷത്തെ കോഴ്സൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും നല്ല യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഗുണകരമായി തീരും എന്ന് മാത്രമല്ല, ജോലിയിൽ നേട്ടമില്ല എന്ന് വിചാരിച്ചിട്ട് സാരില്ല. ഒരുപക്ഷെ ജൂൺ മാസം മുതൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുവാനും ഈ പഠിപ്പ് കൊണ്ടു നടക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്ന വിധത്തിൽ ഒരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം നിർത്തിവെച്ചതായുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ചിങ്ങമാസത്തോടുകൂടി ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ തുടങ്ങി വയ്ക്കുവാനും ഒരുപക്ഷെ 2025 ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടു കൂടിയായിരിക്കാം. എന്നിരുന്നാലും തീർത്തും അവിചാരിതമായിട്ട് തന്നെ ഗൃഹനിർമ്മാണത്തിനുള്ള സാമ്പത്തികമായുള്ള നേട്ടം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പലപ്പോഴും യന്ത്രത്തകരാറ് സംഭവിക്കുന്നത് വഴി ഇതിനുവേണ്ടി പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യാവസായികമായിട്ടുള്ള മേഖലകളും വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കാനിടവരും. പക്ഷെ പുതിയതായിട്ട് തുടങ്ങുന്നവരാണെങ്കിലോ അത്ര ഗുണകരമല്ല. ഈ ഒരു വർഷം നടത്തി വരുന്ന പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ അത് അനുവർത്തിക്കാം എന്നല്ലാതെ അല്ലാത്ത നിലയിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ നിന്നും തീർത്തും അവിചാരിതമായിട്ടും ചെയ്യാത്ത കുറ്റത്തിനും ചില അപരാധങ്ങൾ കേൾക്കുവാനും ജന്മനാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാനസികമായിട്ടുള്ള പലവിധത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളെയും അതിജീവിക്കുവാനായിട്ട് വിദഗ്ധമായുള്ള വൈദ്യപരിശോധന വേണ്ടിവരും. എന്നാൽ യോഗയും പ്രാണായാമമൊക്കെ ചെയ്യുകയും കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തൊഴിൽ മേഖലകളിലെ ശ്രദ്ധ കുറച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അറിവും കഴിവും പ്രാപ്തിയും അവസരങ്ങളുണ്ടായാലും പലപ്പോഴും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയും. അവതരിപ്പിച്ചാൽ തന്നെ സ്വീകാര്യത കുറയുന്നതിനാൽ അതിൽ നിന്നൊരു നേട്ടം കുറയുവാനാണ് യോഗം കാണുന്നത്. പലപ്പോഴും അവധി ലഭിക്കാത്തതുകൊണ്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഓണക്കാലത്തിനോടനുബന്ധമായാലും മാർച്ച് മാസം ഒടുവിലാണെങ്കിലും ഡിസംബർ മാസത്തിലൊടുവിലാണെങ്കിലും ജന്മനാട്ടിലേക്ക് വന്നു പോവുക എന്ന സങ്കല്പം വർഷങ്ങളായിട്ട് പതിവുണ്ടായിരുന്നു. ഈ ഒരു വർഷം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കുറയും. ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, ജോലിയുടെ ചുമതലകൾ വർദ്ധിക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ജോലിയിൽ നിന്നും അവധിയെടുത്ത് വന്നാൽ നഷ്ടപ്പെടുമോ എന്ന ആശയങ്ങളായിരിക്കാം. എന്തായാലും ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ വികസിത രാഷ്ട്രത്തിൽ മാസങ്ങളോളം താമസിപ്പിക്കാൻ അവസരം വന്നു ചേരും. വ്യവസ്ഥകൾ പാലിക്കാൻ അവസരം വന്നു ചേരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കുറയുന്ന ജോലിയാണ് ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുള്ളത്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ ഓർമ്മശക്തി കുറവുകൊണ്ട് വിട്ടുപോകുവാനിട വരും. പലപ്പോഴും ഈ ഒരു ജൂൺ മാസം വരെ
മിക്ക ദിവസങ്ങളിലും അവധി ദിനങ്ങളിലും ജോലി ചെയ്യുക, അതേപോലെ തന്നെ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ചില ചുമതലകൾ ഏറ്റെടുക്കുക. ഇതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം മടുപ്പും ബുദ്ധിമുട്ടുകളും സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടും. പക്ഷേ ജോലിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതുമായുള്ള കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുക എന്നത് ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിന് ശേഷമേ ഉണ്ടായിത്തീരുകയുള്ളൂ. എന്നാൽ തന്നെ അതിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാവുക എന്നത് 2025 ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ഉണ്ടായിത്തീരുവാൻ സാധ്യതയുള്ളൂ. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. പ്രത്യേകിച്ച് ജൂൺ മാസം വരെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. അതായത് സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കരുത്. വാഹന ഉപയോഗത്തിൽ നിയന്ത്രണം വേണം. പണം കടം കൊടുക്കുക, കടം വാങ്ങുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക, ഇവയൊക്കെ തന്നെ ഈ ഒരു വർഷം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുകൂടി പറയുന്നു. പലപ്പോഴും വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കാനായിട്ട് വളരെ ആത്മനിയന്ത്രണം വേണം. അല്ലാത്ത പക്ഷം കരാർ ജോലിയിൽ നഷ്ടപ്പെടുക, പലപ്പോഴും കുടുംബപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയും ആത്മസംയമനവും വിനയത്തോടു കൂടിയതായുള്ള സമീപനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം ഈ ഒരു വർഷമൊക്കെ അവരെ കരകയറാൻ സാധിക്കുകയുള്ളൂ. ഇതിന് കുറച്ചൊരു ആധ്യാത്മികമായിട്ടുള്ള ചിന്തകളും ഏത് മതാചാരപ്രകാരമാണെങ്കിലും അവരവരുടെ ആചാരപ്രകാരമുള്ള ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയ ദർശനങ്ങളും ഒക്കെ നടത്തുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും സ്വീകാര്യത കുറവുള്ളതിനാലും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പരാജയപ്പെടുവാനാണ് സാധ്യത കാണുന്നത്. അധിവസിച്ച് വരുന്ന ഗൃഹത്തിന് പുരോഗതിയില്ലാത്തത് കൊണ്ട് ഗൃഹം വിൽപ്പന ചെയ്താലോ ഗൃഹത്തിന് മാറ്റങ്ങൾ വരുത്തിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകും. പലപ്പോഴും പരിവർത്തനങ്ങൾ നടത്താൻ പണം സ്വരൂപിക്കും. എന്നാൽ പണമൊന്നും നിലനിൽക്കാത്ത സാഹചര്യങ്ങളെ കൊണ്ട് വളരെയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിശ്വാസയോഗ്യമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരുന്നത് വഴി എല്ലാ വിധത്തിലുള്ള വിമിഷ്ടങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാതിൻ്റെ അറിവുള്ളവരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുവാനിടയുള്ളത്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം തന്നെ പരാജയപ്പെടുമോ എന്ന സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാം കൂടുതൽ പഠിച്ചും കൊണ്ടും മനനം ചെയ്തുകൊണ്ടും അവതരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ജോലി നഷ്ടപ്പെടുന്ന പക്ഷം ജന്മനാട്ടിലേക്ക് എത്തിച്ചേരേണ്ടതായ സാഹചര്യങ്ങൾ വരും. ശ്രദ്ധക്കുറവ് കൊണ്ട് വാഹനാപകടത്തിന് സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും മറ്റുള്ളവർക്കൊന്ന് പകർന്നു കൊടുക്കുന്നതും അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ തന്നെ സ്വന്തം നിലയിൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടമൊക്കെ കുറയും. എന്നാൽ മറ്റുള്ളവർക്കെല്ലാം ഉപകാരപ്രദമായുള്ള രീതിയിൽ പ്രവർത്തിക്കാനും അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതാണ് 2024 ചതയ നക്ഷത്രക്കാരുടെ ഈ ഒരു വർഷത്തെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.